കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇത്തവണ 777.40 കോടി രൂപ അധികമായിട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ കുതിപ്പുകൾക്ക് സഹായം നൽകും. കേരളത്തിൻ്റെ വളർച്ചയിൽ വിളിക്കേണ്ടത് കുതിപ്പത് തന്നെയാണ്. കേന്ദ്രത്തിൻ്റെ എല്ലാ നീക്കത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് തലകുനിക്കാതെയും മുട്ടുവളയ്ക്കാതെയും മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം പകരും ഈ ബജറ്റെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. വ്യവസായ മേഖലയിൽ, കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്ത്, ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് മാറുമെന്ന് പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഈ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ മനസ്സോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. സഖാവ് അതെല്ലാം ചികിത്സാ സംവിധാനങ്ങളെ ത്വരിതപ്പെടുത്താൻ, ആശ്വാസത്തോടെ കാത്തിരിക്കുന്ന രോഗികൾക്ക് ആശ്വാസം വേഗം എത്തിക്കാൻ ഈ ഹെൽത്ത് സഹായിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഓടിച്ചുള്ള നോട്ടത്തിൽ 179 കോടി രൂപ അധികമായി ഇത്തവണ കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത്തവണ 2063.99 കോടി രൂപ കൊടുത്ത സ്ഥാനത്ത് അതിൽ നിന്ന് കൂടുതലായി 179 കോടി രൂപ കൂടി ഇത്തവണ കൊടുക്കുമെന്ന് കാണുന്നത് ആശ്വാസകരമാണ്. സപ്ലൈകോയുടെ പ്രാധാന്യം പരിഗണിക്കുമ്പോൾ, ഭക്ഷ്യസുരക്ഷയുടെ ഗൗരവം നോക്കുമ്പോൾ, അത് മതിയാകാതെ വന്നാൽ സ്വാഭാവികമായിട്ടും LDF ഗവൺമെൻറ് വിശപ്പിൻ്റെയും ക്ഷാമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും എല്ലാം അർത്ഥമറിയുന്ന പാവങ്ങളുടെ ഗവൺമെൻറ്റായ LDF ഗവൺമെൻറ് സപ്ലൈകോയെ സഹായിക്കാൻ വേണ്ടി എത്തുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. റോഡ് വികസനം പോലെയുള്ള കാര്യങ്ങൾ, പാലങ്ങളുടെ പണി, അതൊക്കെല്ലാം വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുണ്ട് ബജറ്റിൽ. അതിനർത്ഥം കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ടൂറിസം മേഖല നവകേരളത്തിൻ്റെ വളർച്ചയിൽ എല്ലാ തരത്തിലും പങ്കുവഹിക്കേണ്ട മേഖലയാണ് ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയെ ഗവൺമെൻറ് നല്ലവണ്ണം തുണയ്ക്കുമെന്ന് ഈ ബജറ്റ് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും വരുമാനം വേണം, കയ്യിൽ പണം വേണം. ആ പണം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സാണ് ഇത്തരത്തിലുള്ള ടാക്സുകളുടെ ആ മേഖല. എവിടെയും ഒരു നികുതിയുമില്ലാതെ ഇന്നോളം ലോകത്ത് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നില്ല. ആ നികുതികൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ പേരുള്ള ഭാരം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് LDF നയം. ആ നയം അതുകൊണ്ട് ഈ കടുത്ത ഞെരുക്കത്തിനിടയിലും, വൻഞെരുക്കമാണത്, ആ ഞെരുക്കത്തിൻ്റെ ഇടയിലും ഒരു ഗവൺമെൻറ് കേരളത്തിൽ, തെക്കേ കോണിലെ കേരളത്തിൽ ആകാവുന്ന എല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവൻ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. CPIയുടേതല്ല, സപ്ലൈകോ കേരളത്തിൻ്റെതാണ്. അതിന് പാർട്ടിയില്ല. അതിന് വിശക്കുന്ന വേറുള്ള എല്ലാ മലയാളികളുടെയും വകുപ്പാണ്, പ്രശ്നമാണ് സപ്ലൈകോ. അല്ല, അതിൻ്റെ ഒരു CPI വകുപ്പായിട്ട് കാണാൻ ഞങ്ങളില്ല. ഒരു നൂതനമായിട്ടുള്ള ഹോം സ്റ്റേ സംവിധാനത്തിന് വേണ്ടിയുള്ള പദ്ധതി ഭാവനാപൂർണ്ണമാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ സുരക്ഷിതത്വവും വൃത്തിയാക്കലുമെല്ലാം നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നടപടിയായിട്ടായിരിക്കും നമ്മളെല്ലാം അതിനെ കാണുന്നത്. അതും ഒരു നല്ല വാഗ്ദാനമായിട്ട് നാം കാണുകയാണ്. ആ വാഗ്ദാനം പാലിക്കപ്പെടും.